200 ന്യൂട്ടൺ. ഓക്കെ, ഈ ബോഡി ഓഫ് വെയിറ്റ് 200 ന്യൂട്ടൺ തന്നിട്ട് അപ്പൊ ഞാൻ ആദ്യം ബോഡിയുടെ ഡയഗ്രം വരയ്ക്കുകയാണ്. ഓക്കെ, ബോഡിയുടെ ഡയഗ്രം വരയ്ക്കുകയാണ്. ആദ്യം ഇങ്ങനെ വരച്ചിട്ടു അതിന്റെ ഡയഗ്രം വരയ്ക്കുകയാണ്. ഡയഗ്രം ഫസ്റ്റിൽ തന്നിരിക്കുന്നത് പി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 30 ഡിഗ്രി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് പി കോസ് 30, പി സൈൻ 30, ശരിയല്ലേ? പി കോസ് 30, ഇത് പി സൈൻ 30. ഓക്കെ, അടുത്ത വെയിറ്റ് ആൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ഡയറക്ഷൻ. വെയിറ്റ് തന്നിട്ടുണ്ട് 200 ന്യൂട്ടൺ. ഫോഴ്സ് അങ്ങോട്ടാണ് ആക്ട് ആവുന്നത്. അപ്പൊ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ആവും? ഇങ്ങോട്ട് ആക്ട് ആവും. മ്യൂ ഇൻറ്റു ആർ. ഇനി എന്താണ് അതിന്റെ നോർമൽ റിയാക്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പം വേറെ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇത്രയും ടോട്ടൽ ഫോഴ്സ് ആണ്. അപ്പൊ നമുക്ക് വെർട്ടിക്കൽ ആദ്യം എടുക്കാം. വെർട്ടിക്കൽ ഈക്വൽ ആർ എൻ മൈനസ് 200 പ്ലസ് പി സൈൻ 30 ഈക്വൽ ടു 0. ഹൊറിസോണ്ടൽ എടുക്കുകയാണെങ്കിൽ പി കോസ് 30 മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈക്വൽ ടു 0. അപ്പൊ ഇതിൽ മ്യൂ അവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഈ ആദ്യത്തെ കേസിൽ പി സൈൻ 30 ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? പി സൈൻ 30 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ആർ എൻ മൈനസ് 200 എന്ന് എഴുതാം. അല്ല, 200 മൈനസ് ആർ എൻ എന്ന് എഴുതാം. ശരിയല്ലേ? രണ്ടാമത്തെ ഇക്വേഷനിൽ പി കോസ് 30 ഈസ് ഈക്വൽ ടു എത്രയാണ്? മ്യൂവിന് വരെ മ്യൂ 0.25 തന്നിട്ടുണ്ട്. അപ്പൊ 0.25 ഇൻറ്റു ആർ എൻ എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇത് ആദ്യത്തെ ഇക്വേഷൻ നമ്പർ 1 എന്ന ഇക്വേഷൻ നമ്പർ 2 എന്ന് എടുക്കാം. ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. 1 ചെയ്യുമ്പോഴേ എന്ത് വരും? പി സൈൻ 30 ഡിവൈഡഡ് ബൈ പി കോസ് 30 എന്ന് വരും. അതേപോലെ ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 200 മൈനസ് 200 ബൈ 0.25 ബൈ. ഹലോ, കേൾക്കാമോ? പിയും ബിയും ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിൽ നിന്ന് നമ്മൾ ആർ എൻ വരെ എന്തിടുക? കാൽക്കുലേറ്ററിൽ എക്സ് കൊടുക്കുക. എക്സ് കൊടുത്തിട്ട് പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ചെയ്യാമോ?